സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. സോ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് SCCൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സെക്കൻഡ് മൊഡ്യൂളിൽ ടോട്ടലായിട്ട് വരുന്നത് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്താണ്, എങ്ങനെയാണ് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. സോ അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ എന്താണ് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്നുള്ള കാര്യങ്ങളാണ്, എന്താണ് കോണ്ടൻറ്റ് മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ്? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മുതൽ നോക്കിയ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ത്രൂ സോഷ്യൽ മീഡിയയിലൂടെ കോണ്ടൻറ്റ്സ് അല്ലെങ്കിൽ കണ്ടൻറ്റ്സ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ യൂസറിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ആരാണോ കസ്റ്റമർ, ആ കസ്റ്റമറിലോട്ട് നമ്മുടെ സർവീസിനോട് എത്തിക്കലാണ് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞാൽ എന്താ? ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അപ്രോച്ചാണ്. കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അപ്രോച്ചാണ്. എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്? ഒരു കോണ്ടൻറ്റിനെ അല്ലെങ്കിൽ നമുക്കൊരിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ഉണ്ട്. നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹെൽമെറ്റ് ക്ലീനിങ് എന്ന സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ ഹെൽമെറ്റ് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, അതിനെ പബ്ലിഷ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യലാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് കുറച്ചുകൂടി അട്രാക്റ്റീവായി നിൽക്കുന്ന ഒരു മാർക്കറ്റിംഗ് ആണ് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ്. കാരണം നമുക്കറിയാൻ പറ്റും, നമ്മൾ പലരും യൂസ് ചെയ്യുന്ന ഇത് കൂടുതൽ സോഷ്യൽ മീഡിയാസാണ്. സോഷ്യൽ മീഡിയാസായി യൂട്യൂബ്, പിൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഓൺലൈൻ സൈറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ എന്ന് പറയുന്നത് ഈ യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, പിൻട്രസ്റ്റ് ഒക്കെയാണ്. സോ അതിൽ നമുക്ക് നമ്മുടെ സർവീസസിനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് മാക്സിമം യൂസേഴ്സിനെ നമുക്ക് അറ്റൈൻ ചെയ്യിപ്പിക്കുക ഏതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്? ഈ കോണ്ടൻറ്റ് മാർക്കറ്റിങ്ങിൽ സാധിക്കുന്നുണ്ട്. സോ നമുക്ക് വാല്യുബിൾ കണ്ടൻറ്റ്സ് കൊടുക്കാനായിട്ട് എന്താണ് നമ്മുടെ നമുക്കൊരു കുറച്ച് യൂസേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ക്ലയൻസ് ഉണ്ടെങ്കിൽ ആ ക്ലയൻസിന് വേണ്ട സർവീസസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ആൻസർ ചെയ്യുന്ന രീതിയിലുള്ള കോണ്ടൻറ്റ്സ് വാല്യുബിൾ കോണ്ടൻറ്റ്സ് കൊടുക്കാനായിട്ട് നമുക്ക് ഈ കോണ്ടൻറ്റ് മാർക്കറ്റിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിയൻസിന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അനിമി ടീഷർട്ടൊക്കെ പ്രിൻറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അനിമി ടീഷർട്ട്സൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു 20 to 30 ഇടയിൽ വരുന്നത്, ജസ്റ്റ് പറയുകയാണ്, 20 to 30 ഇടയിൽ വരുന്ന ആൾക്കാരായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക, മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പം അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാരെ നമുക്ക് അറ്റൈൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പം നമുക്ക് ഓഡിയൻസിൽ ഡിഫൈൻ ചെയ്യാനും ആ ഓഡിയൻസ് ആരാണോ, ഏതാണോ നമ്മുടെ ഓഡിയൻസിൽ കൂടുതൽ വരുന്നത്, ആ ഓഡിയൻസിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ട കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോഴത്തെ ഇനീഷ്യലി സ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ കുറേ റീൽസാണ് ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. പോസ്റ്റിനേക്കാളും കുറച്ചും കൂടി വൈറലായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി റീച്ച് കിട്ടുന്നത് റീൽസ്. സോ റീൽസ് വഴി ഞങ്ങൾ വാല്യുബിൾ കണ്ടൻസിന് ഡിഫൈൻ ഓഡിയൻസിലോട്ട് എത്തിക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? ഈ കോണ്ടൻറ്റ് മാർക്കറ്റിങ്ങിന് സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പ്രോഫിറ്റബിൾ ആക്ഷൻസ് കിട്ടും. പ്രോഫിറ്റബിൾ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നില്ല, ഒരു പോസ്റ്റ് അല്ലെങ്കിൽ റീൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന ടൈം നമുക്ക് ഇൻസൈറ്റ് കാണാൻ പറ്റും. എത്രത്തോളം യൂസേഴ്സ് അത് വ്യൂ ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് എത്രത്തോളം ഇൻകംസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, എത്ര വ്യൂസ് ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാൻ പറ്റും. അങ്ങനെ നമുക്കൊരു പ്രോഫിറ്റബിൾ ആക്ഷൻസ് നമുക്ക് ഏതിൽ കിട്ടുന്നുണ്ട്? കോണ്ടൻറ്റ് മാർക്കറ്റിങ്ങിൽ കിട്ടുന്നുണ്ട്. സോ കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ക്രിയേറ്റ് ചെയ്ത് കോണ്ടൻസിനെ പബ്ലിഷ് ചെയ്ത് മാക്സിമം യൂസേഴ്സിലോട്ട് എത്തിക്കുന്ന ആ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് ഏത്? കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോണ്ടൻറ്റ് മാർക്കറ്റിംഗിൽ വരുന്നത്. ബ്രാൻഡ്, ട്രസ്റ്റ്, ലീഡ്, സെയിൽ, ട്രാഫിക് ആൻഡ് SEO, ഇതൊക്കെയാണ് നമുക്ക് ഏതിൽ വരുന്നത്? കോണ്ടൻറ്റ് മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ബ്രാൻഡ് ആൻഡ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സർവീസസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ ഒരു ഹെൽമെറ്റ് ക്ലീൻ ചെയ്യുന്ന സർവീസസ് ഉണ്ട്. ആ സർവീസ് നമ്മൾ മാക്സിമം യൂസറിലോട്ട് എത്തിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രാൻഡിലുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇത്ര കാര്യങ്ങളൊക്കെയാണ്, ഇത്ര സർവീസസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ സർവീസസ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ട്രസ്റ്റാണ് നമ്മൾ
ആക്ച്വലി കൊടുക്കുന്നത്. കാരണം നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ ഔട്ട്കം കാണിക്കുന്നതിനേക്കാളും അതിന് ബാക്ക് പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു എന്നാണ് നമ്മൾ കൂടുതലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അൽഗോരിതമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയ അൽഗോരിതമൊക്കെ വർക്ക് ചെയ്യണത് അല്ലെങ്കിൽ കൂടുതൽ റീച്ച് കിട്ടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ബാക്ക് വർക്കിംഗ് വീഡിയോസും കൂടി റീച്ച് കിട്ടുന്നുണ്ട്. ഒരിക്കലും നമ്മളിപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ സർവീസിൽ എങ്ങനെയാണ് ആ ഹെൽമെറ്റ് ക്ലീൻ ചെയ്യുന്നത്, എന്ത് പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് അത്രയും നമ്മുടെ യൂസറിന് എന്താ കിട്ടുക, ഒരു ട്രസ്റ്റ് വരികയാണ്. സോ ബ്രാൻഡ് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ കോണ്ടന്റ് മാർക്കറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലീഡ് ആൻഡ് സെയിൽസ് പറയുമ്പോൾ നമ്മളിങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്തു, ഏതാണോ നമ്മുടെ ക്ലയൻറ്റ് അല്ലെങ്കിൽ നമ്മൾ സർവീസസ് ആർക്കാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തു, നമ്മുടെ സർവീസസ് എന്താണെന്നുള്ള കാര്യങ്ങൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്തു. അതുവഴി നമ്മളായിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് അവർക്ക് കൂട്ടാനും അതുപോലെ തന്നെ പ്രോസസ്സ് ഓഫ് ബൈയിങ് കൂട്ടാനൊക്കെ നമുക്ക് സഹായിക്കുന്നുണ്ട്, ഈ കോണ്ടന്റ് മാർക്കറ്റിംഗ് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് ട്രാഫിക് എന്ന് പറയുമ്പോൾ ഒരു വെബ്സൈറ്റിലോട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലോട്ട് എത്രത്തോളം ഔട്ട്കമേഴ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് ട്രാഫിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, നമുക്കറിയാം SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സെർച്ച് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ റാങ്ക് കൂട്ടി അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് ഒരു കുറച്ചും കൂടി വാല്യൂ ആയിട്ട് കാണിക്കലാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. സോ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് ഏതിൻ്റെ പറയാൻ പറ്റും, ഈ കോണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ പറയാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോണ്ടന്റ് മാർക്കറ്റിംഗ് നമുക്കുണ്ട്. റിട്ടൺ കോണ്ടന്റ് മാർക്കറ്റിംഗ് ഉണ്ട്, വിഷ്വൽ ആൻഡ് ഓഡിയോ കോണ്ടന്റ് മാർക്കറ്റിംഗ് ഉണ്ട്, അതുപോലെ ഇൻട്രാക്റ്റീവ് ആൻഡ് സോഷ്യൽ കോണ്ടന്റ് മാർക്കറ്റിംഗ്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ റിട്ടേൺ കോണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നോർമലി എഴുതുന്ന ബ്ലോഗ്, ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ ഇമെയിൽ ന്യൂസ് ലെറ്റേഴ്സ് ഫോർ റിട്ടൻഷൻസ്, അതുപോലെ തന്നെ ബുക്സ് ഒക്കെയാണ് റിട്ടേൺ കോണ്ടന്റ് മാർക്കറ്റിങ്ങിൽ വരുന്നത്. വിഷ്വൽ ആൻഡ് ഓഡിയോ കോണ്ടന്റ് മാർക്കറ്റിൽ നമ്മൾ നോർമലി കാണാവുന്ന വീഡിയോസ്, റീൽസ്, യൂട്യൂബ് ട്യൂട്ടോറിയൽസ്, പോഡ്കാസ്റ്റൊക്കെ ഇതിൽ വരുന്നതാണ് വിഷ്വൽ ആൻഡ് ഓഡിയോ കോണ്ടന്റ് മാർക്കറ്റിങ്ങിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് ആൻഡ് സോഷ്യൽ കണ്ടൻറ്റ്. ഇൻട്രാക്റ്റീവ് ആൻഡ് സോഷ്യൽ കണ്ടൻറ്റ് പറയുമ്പോൾ ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഈ സ്റ്റോറീസ് പോൾസ് ആക്കി ഇടുന്ന പരിപാടി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും സ്റ്റോറീസ് പോൾസ് ആക്കി ഇടുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിങ്ങൾ എത്ര ഉണ്ടാകുന്നൊരു ഗസ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് പോളാക്കാറുണ്ട്. അതിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അവിടെ അത്രത്തോളം യൂസേഴ്സിനെ ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുകയാണ് ആ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജായിട്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ അവിടെ വരുന്ന യൂസേഴ്സിന് ട്രാഫിക് കൂട്ടലൊക്കെയാണ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഈ ഇൻട്രാക്റ്റീവിലൂടെ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത് എന്താണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് നോക്കി, എന്താണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്, ദെൻ ടൈപ്സ് നോക്കി. ഇനി നോക്കാൻ പോകുന്നതാണ് പ്രോസസ്സ്. നമുക്ക് എങ്ങനെയാണ് ഒരു കണ്ടന്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. നോർമലി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെ തന്നെയാണ് ഈ കോണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ പ്രോസസ്സും വരുന്നത്. 6 പ്രോസസ്സിലൂടെയാണ് ഈ കണ്ടന്റ് മാർക്കറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സക്സസ്ഫുൾ ആക്കി മാറ്റാൻ പറ്റുന്നുണ്ടാവാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഐഡൻറ്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മൾ എപ്പോഴും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിൽ ആ സർവീസ് ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിലോട്ടാണ് എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഓഡിയൻസിൻ്റെ ഏത് ഏജ് റേഞ്ചിലുള്ള ഓഡിയൻസിനായിരിക്കും നമ്മുടെ സർവീസ് ഇഷ്ടമാവുക, അവരുടെ എന്താണ് ആ ഓഡിയൻസിൻ്റെ പ്രശ്നങ്ങൾ, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കലാണ് ഫസ്റ്റ് വണ്ണായിട്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊരു ഗോൾ ഉണ്ടാകും, നമ്മുടെ സർവീസസ് മാക്സിമം യൂസറിലോട്ട് എത്തിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിൽ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അതാണ് സെറ്റ് ഗോളിൽ വരുന്നത്. നെക്സ്റ്റാണ് പ്ലാൻ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കണ്ടന്റ് മാർക്കറ്റിങ്ങിൽ നമുക്കിപ്പോൾ ഇപ്പോൾ എനിക്ക് വേണ്ടത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു കോഫി ഷോപ്പാണ്, ഒരു കോളേജ് ഉണ്ട്, കോളേജിന് നിയറസ്റ്റുള്ള ഒരു കോഫി ഷോപ്പ് ഉണ്ട്. ആ കോഫി ഷോപ്പിൻ്റെ അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ സർവീസ് എന്ന് പറയുന്നത്. അതിൽ എനിക്ക് വേണ്ട ഗോൾ എന്ന് പറയുന്നത് മാക്സിമം അവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ എൻ്റെ സെയിൽസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സെയിൽസ് കൂട്ടണമെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർ സ്കൂളിൻ്റെ നിയറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മുടെ എന്തായിരിക്കും, സ്റ്റുഡൻസ് ആയിരിക്കും ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് ഉണ്ടാവുക.
അപ്പോൾ നമുക്ക് ഗോൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡൻസിന് നമ്പേഴ്സ് കൂട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കി, ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ഓഡിയൻസ് പറഞ്ഞത് സ്റ്റുഡൻസ് ആണ്. ആ സ്റ്റുഡൻസ് വരുന്ന നമ്പർ കൂട്ടലാണ് അല്ലെങ്കിൽ കൗണ്ട് കൂട്ടലാണ് നമുക്ക് ഏതിൽ ആവശ്യമായിട്ട് വരുന്നത്, സെറ്റ് ഗോളിൽ വരുന്നത്. അതിനുശേഷം സ്റ്റുഡൻസ് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കുറേ ഓഫേഴ്സ്, ഈ ഒരു സൺഡേ ഓഫേഴ്സ്, ഫ്രൈഡേ ഓഫേഴ്സ് എന്ന രീതിയിൽ സ്റ്റോറീസ് ഇടണം. അതുപോലെ തന്നെ പോൾ ഇടാൻ പറ്റും, നമുക്ക് റീൽസ് ഇടാം, പോസ്റ്റ് ഇടാം. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കോണ്ടൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് പ്ലാൻ ചെയ്യലാണ് തേർഡ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അതിനുശേഷം ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു, നമുക്കിങ്ങനെ സ്റ്റോറി ഇടാം, പോസ്റ്റ് ഇടാം, റീൽ ഇടാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. ആ പ്ലാൻ ചെയ്ത കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യലാണ് ഇതിൽ വരുന്നത്, ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പബ്ലിഷ് കോണ്ടൻറ്റ്. നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ ഒരു റീൽ ഉണ്ടാക്കി, ഇങ്ങനെ ഒരു ഇപ്പോൾ ക്യാപ്പിച്ചിനോ ആണെന്നുണ്ടെങ്കിൽ ക്യാപ്പിച്ചിനോ മേക്ക് ചെയ്യുന്ന ഒരു റീൽ ഉണ്ടാക്കി. ആ റീൽ ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്യണം. വെറുതെ റീൽ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോലല്ല, പബ്ലിഷ് ചെയ്യണ്ടേ. ആ പബ്ലിഷ് ചെയ്യലാണ്. പബ്ലിഷ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരലാണ് മെഷർ ദ പെർഫോമൻസ്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻസൈറ്റ് നോക്കി എത്ര ഫോളോവേഴ്സ് കിട്ടി, എത്ര നോൺ ഫോളോവേഴ്സ് കിട്ടി, ഏത് ഏജ് ഗ്രൂപ്പിലാണ്, നമ്മൾ ഉദ്ദേശിച്ച ഏജ് ഗ്രൂപ്പിൽ ആൾക്കാരൊക്കെ കിട്ടിയോ, എവിടത്തെ ആൾക്കാരാണ് കൂടുതൽ കണ്ടത്, എത്ര ലൈക്സ് ഉണ്ട്, ഷെയർസ് ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ കണ്ടൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. സോ എങ്ങനെയാണ് ഒരു കണ്ടൻറ് മാർക്കറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്? ആദ്യം നമ്മൾ നമ്മുടെ ഐഡൻറ്റിഫൈ ചെയ്യണം, ടാർഗറ്റ് ഓഡിയൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മളൊരു കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് നമുക്ക് ഗോൾ, എന്തിനാണ് നമ്മൾ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, ആ ഗോൾ നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, എന്ത് കണ്ടൻറ്റാണ് നമുക്ക് ഇടേണ്ടതെന്ന് തീരുമാനിക്കണം. ആ കണ്ടൻറ്റിനെ ക്രിയേറ്റ് ചെയ്യണം, അത് പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആഫ്റ്റർ അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് ചെയ്യല്. സോ ഇതാണ് കണ്ടൻറ് മാർക്കറ്റിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് നെക്സ്റ്റ് വൺ ആണ് കണ്ടൻറ് മാർക്കറ്റിംഗ് ടൂൾസ്. നമ്മൾ പറഞ്ഞു എന്താണ് കണ്ടൻറ് മാർക്കറ്റിംഗ് പറഞ്ഞു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് പറഞ്ഞു, അതുപോലെ തന്നെ ടൈപ്പ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ നോക്കാൻ പോകുന്നത് ടൂൾസ് ആണ്. ഏതൊക്കെ ടൂൾസാണ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കണ്ടൻറ് മാർക്കറ്റിംഗ് കുറച്ചും കൂടി എളുപ്പമാക്കി മാറ്റാം. പണ്ടത്തെ പോലെയല്ല, കുറച്ചും കൂടി എളുപ്പം നമുക്ക് കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ഒരുപാട് ടൂൾസ് ഉണ്ട്. നമുക്ക് കണ്ടൻറ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ടൂൾസ് ഉണ്ട്, എഡിറ്റ് ചെയ്യണമെങ്കിൽ ടൂൾസ് ഉണ്ട്, അങ്ങനെ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ ആ ടൂൾസ് ഏതൊക്കെയെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ആണ് ഡിസൈൻ ആൻഡ് റൈറ്റിങ്ങിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ക്യാൻവ. അതുപോലെ തന്നെ ഗ്രാമർലി എന്നൊക്കെ പറഞ്ഞു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് നമുക്ക് നോർമൽ എല്ലാവർക്കും അറിയും. ക്യാൻവ എന്താണെന്നറിയും. ക്യാൻവ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് കുറച്ച് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ പോസ്റ്റ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, അല്ലെങ്കിൽ റീലാണെങ്കിൽ ഇങ്ങനെ, തംബ്നെയിലാണെങ്കിൽ അങ്ങനെ കുറച്ച് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ആ ടെംപ്ലേറ്റ്സിൽ നമുക്ക് ചേഞ്ച് വരുത്തിയിട്ട് നമ്മുടെ കണ്ടൻറ്റിലോട്ട് കൊണ്ടുവരാനൊക്കെ ഏതിലോട്ട് സാധിക്കും, ഈ ഡിസൈനിൽ സാധിക്കും. അതുപോലെ തന്നെ കോണ്ടൻറ്റ് റൈറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമുക്ക് പറയാൻ സാധിക്കണം. സോ അതിങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് എറർ ഫ്രീ ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഗ്രാമർലി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ AI കോണ്ടൻറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലോഗ് പോസ്റ്റ് ചെയ്യണം, അപ്പോൾ അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റ് ക്രിയേറ്റിംഗ് പ്രോസസ്സിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് ChatGPT യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെർച്ചിനും പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ട്രെൻഡ്സ് അവൈലബിൾ ആണ്, വേർഡ് പ്രസ് അവൈലബിൾ ആണ്. പിന്നെ സ്കെഡ്യൂൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അനലൈസ് ചെയ്യാനുള്ളത്, നമുക്ക് എങ്ങനെ നമ്മുടെ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്തു അല്ലെങ്കിൽ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ആ വെബ്സൈറ്റ് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഗൂഗിൾ അനലറ്റിക്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഇതൊക്കെയാണ് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് ടൂൾസിൽ വരുന്നത്. ഞാൻ പറഞ്ഞു കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് ഒരുപാട് നല്ലതാണ്, കുറച്ചും കൂടി എഫക്റ്റീവായി മാറ്റാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എടുത്താലും ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാകും. സോ ആ എന്തൊക്കെയാണ് ചലഞ്ചസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് കൺസിസ്റ്റൻറ്റ് ക്വാളിറ്റി. നമ്മൾ
ഏറ്റവും കൂടുതൽ കോണ്ടന്റ് മാർക്കറ്റിംഗ് ഫേസ് ചെയ്യുന്ന സാധനമാണ് കൺസിസ്റ്റൻറ്റ്. ഒരു പെർട്ടിക്കുലർ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടാൽ കുറേ നാൾ ആ പോസ്റ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കണം. ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഡെവലപ്പ് ചെയ്താലും ആ ഡെവലപ്പ് ചെയ്ത പേജിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കോണ്ടൻറ്റ്സ് ഇട്ടാലാണ് നമ്മൾ മാക്സിമം യൂസേഴ്സ് അങ്ങനെ ഒരു സർവീസസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോണ്ടന്റ് മാർക്കറ്റിങ്ങിൽ. അതുപോലെ തന്നെ ഓഡിയൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്താണ് ഓഡിയൻസിൻ്റെ ആവശ്യം അല്ലെങ്കിൽ എന്താണ് ഓഡിയൻസിൻ്റെ പ്രിഫറൻസ് എന്നൊക്കെ മനസ്സിലാക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഹൈ കോമ്പറ്റീഷൻ. ഇപ്പോൾ ഒരുപാട് നമ്മൾ നോക്കുകയാണെങ്കിൽ ത്രൂ ദ സോഷ്യൽ മീഡിയ കോണ്ടന്റ് മാർക്കറ്റ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ നമുക്കിപ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോണ്ടന്റ് മാർക്കറ്റിംഗ് നമ്മളിപ്പോൾ വേറൊരു സർവീസുമായിട്ട് നമ്മുടെ സർവീസിനെ ബെറ്റർ ആക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നല്ല നല്ല സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നോക്കിയിട്ട് ചെയ്യണം. സോ അതൊക്കെ ഭയങ്കരമായിട്ട് വരുന്ന ഒരു ചലഞ്ചാണ് ഈ കോണ്ടന്റ് മാർക്കറ്റിങ്ങിൽ. അതുപോലെ തന്നെ ROI, മെഷറിങ് ROI കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിട്ടേൺ ഓൺ കോണ്ടന്റ് മാർക്കറ്റിംഗ്. നമുക്കിപ്പോൾ ഒരു കോണ്ടന്റ് മാർക്കറ്റിംഗിൽ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അതിന് എത്രത്തോളം റിട്ടേൺസ് കിട്ടുമെന്നുള്ളതൊക്കെ ഏതിൽ പ്രശ്നമായിട്ട് വരലാണ് ഈ കോണ്ടന്റ് മാർക്കറ്റിങ്ങിൽ വരുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു കോണ്ടന്റ് മാർക്കറ്റിംഗ് ചിലർക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ളതായിരിക്കും മേ ബി കോണ്ടന്റ് മാർക്കറ്റിംഗ്, പക്ഷേ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ടാവില്ല. സോ ROI മെഷർ ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൽഗോരിതം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേഞ്ച് ആവുന്ന അൽഗോരിതം യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യലും. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഫ്രാഗ്മെൻറ്റേഷൻ, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിൽ റീൽസ് ആയിരിക്കും ഇടുന്നുണ്ടാവുക, ഷോർട്സും. അതിനൊപ്പം തന്നെ യൂട്യൂബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഏതായിരിക്കും, യൂട്യൂബ് വീഡിയോസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ പല പല കോണ്ടൻറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ പല പല സോഷ്യൽ മീഡിയനനുസരിച്ചിട്ട്. അപ്പോൾ അതിനനുസരിച്ച് കോണ്ടൻറ്റ്സ് ഉണ്ടാക്കലൊക്കെ നമുക്ക് ഭയങ്കര ചലഞ്ചായിട്ടുള്ളതാണ്. സോ ഇതൊക്കെയാണ് ചലഞ്ചസ് ഓഫ് കോണ്ടന്റ് മാർക്കറ്റിങ്ങിൽ വരുന്നത്. സോ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത്ര കാര്യങ്ങളാണ്. എന്താണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് നോക്കി, അത് കഴിഞ്ഞപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് കോണ്ടന്റ് മാർക്കറ്റിംഗ് നോക്കി, ടൈപ്സ് ഓഫ് കോണ്ടന്റ് മാർക്കറ്റിംഗ് നോക്കി, കോണ്ടന്റ് മാർക്കറ്റിംഗ് പ്രോസസ്സ് നോക്കി, കോണ്ടന്റ് മാർക്കറ്റിംഗ് ടൂൾസ് നോക്കി, ആൻഡ് ചലഞ്ചസ് നോക്കി. നിങ്ങളൊന്ന് ആലോചിക്കേണ്ട, കോണ്ടന്റ് മാർക്കറ്റിംഗ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഒരു എന്തെങ്കിലും സെയിൽ ചെയ്യുന്ന ഒരു സൈറ്റ് ഓർക്കുക. അവരെന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അവരെന്തൊക്കെ ചലഞ്ചസ് ആണ് വരുന്നുണ്ടാവുക. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ കോണ്ടന്റ് മാർക്കറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.